ഇന്ന് നല്ല ഒരു തീയൽ വെച്ചാലോ? ഒരു സോയ തീയലാണേ ഞാനിന്ന് വയ്ക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം വറുത്തെടുക്കണം. വറുത്തരച്ച തീയലാണ് ഞാനിന്ന് വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറേ ദിവസം കൊണ്ടേ ഞാൻ വിചാരിക്കുവാണ്. അപ്പോൾ ഇന്ന് വെച്ചപ്പോൾ ഒരു വീഡിയോ കൂടെ എടുത്തിടാം എന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരല്പം പുളി, ഒരുപാട് പുളി വേണ്ട ഈ തീയലിന്. 2-3 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ഒന്ന് നല്ലവണ്ണം തേങ്ങ വറുത്തെടുക്കാം. ഏറ്റവും പാട് തേങ്ങ വറുത്തെടുക്കുന്നതാണ് അല്ലേ? അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഈ തീയൽ വയ്ക്കാൻ മടിക്കുന്ന കാര്യം അതാണ്. തേങ്ങ വറുത്ത് കിട്ടുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം എടുക്കും ഈ തേങ്ങ വറണ്ട് കിട്ടാനായിട്ട്. നല്ലവണ്ണം വറുത്തെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ടാണ് ആൾക്കാർ ഈ തീയൽ വയ്ക്കാൻ മടിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റിലൊന്നും വയ്ക്കണമല്ലോ. മീനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ തീയൽ മാത്രം മതി ചോറ് ഉണ്ണാനായിട്ട്. തേങ്ങയൊക്കെ നല്ലവണ്ണം വരണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. വഴറ്റിയല്ല, ഒന്ന് വറുത്തെടുക്കാം. കാരണം ഈ മുളകിൻ്റെയും മല്ലിയുടെയും പച്ച ചുവ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വറക്കണ്ട ഇനി, കാരണം ഇത് കരിഞ്ഞു പോകും. മുളക് പൊടിയും മല്ലിപ്പൊടിയും കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ ആയിട്ടുണ്ട്. കണ്ടോ, നല്ലവണ്ണം മുളക് പൊടിയൊക്കെ നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിനെ ഇനി മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-25 ചെറിയ ഉള്ളി, കുറച്ച് സോയ ഒന്ന് തിളപ്പിച്ച് തണുത്ത വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ആ തേങ്ങ വറുത്ത പാനിൽ തന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് കഴുകി കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. കഴുകിയിട്ടേ ചെയ്യാവൂ. പിന്നെ ഇച്ചിരി കടുകിട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയം 2 കറിവേപ്പില കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അത് എല്ലാം റെഡിയായി വരുന്ന സമയം ഈ ഉള്ളി, നമ്മൾ എടുത്തു വച്ചിരുന്ന ഉള്ളി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ്. സവാള അത്ര ടേസ്റ്റ് കാണൂല. ചെറിയ ഉള്ളി തന്നെ ഇടണം, എങ്കിലേ നല്ല ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അതിൻ്റെ അതാ കണ്ടോ, ഈ ഒരു മയം വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന പച്ചമുളക് ഒന്ന് അതിലോട്ടിടാം. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. കണ്ടോ, ഉള്ളിയൊക്കെ ഇച്ചിരി ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്. പക്ഷേ ആയിട്ടില്ല, ഇനി കുറച്ച് സമയം കൂടെ എടുക്കും. എന്നാലേ അത് നല്ലവണ്ണം റെഡി ആവത്തുള്ളൂ. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന സോയ കൂടെ ഇതിലോട്ടൊന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല എണ്ണയിലൊന്ന് മൂത്ത് വരണം, എങ്കിലാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഈ സോയ നല്ലവണ്ണം മൂത്ത് വന്നാൽ ഭയങ്കര ടേസ്റ്റാണ് തീയൽ വയ്ക്കാനായിട്ട്. ഞാനിതിന് മുമ്പ് വച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് കാണുമ്പോൾ നമുക്ക് ഇറച്ചി തീയൽ പോലെയൊക്കെ തോന്നും. പക്ഷേ നല്ലൊരു ടേസ്റ്റുമാണ്. മസാല ഒന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ ഇതിൽ പെരിഞ്ജീരകം ചേർക്കാം, അല്ലെങ്കിൽ പെരിഞ്ജീരകം ഇട്ട് കടുകിന് പകരം പെരിഞ്ജീരകം ഇടാം. ഞാനതൊന്നും ഇട്ടിട്ടില്ല. ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടാൽ മതി. കാരണം സോയ അവിച്ചപ്പോൾ തിളപ്പിച്ചെടുത്തപ്പോൾ ഇച്ചിരി ഉപ്പിട്ടാണ് സോയ തിളപ്പിച്ചെടുത്തത്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം വഴണ്ട് വരട്ടെ. ഇത് ചപ്പാത്തിക്കായാലും പൂരിക്കായാലും ഒക്കെ ഈ കറി കൊള്ളാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒന്ന് അടച്ചിടാം. അപ്പോൾ ആ ആവിയിൽ നിന്ന് ഈ ഉള്ളിയും സോയയും ഒക്കെ നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, സോയ ഒരു നിറം മാറി വന്നത് കണ്ടോ. അതാണ് മുരിയുന്ന ഒരു കണക്ക് വരെ നമ്മൾ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. കണ്ടോ, സോയ ഒന്ന് നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം. നല്ലവണ്ണം അരയണം, നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം, എങ്കിൽ മാത്രമേ തീയലിന് ടേസ്റ്റ് കാണത്തുള്ളൂ. കണ്ടോ, അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ചിരുന്ന സോയയൊക്കെ എന്തായി നോക്കാം. കണ്ടോ, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. ഉള്ളിയും അങ്ങനെ തന്നെ നല്ലവണ്ണം വെന്ത് റെഡി ആയിട്ടുണ്ട്. സോയയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് ഇതിലോട്ടൊന്ന് ഒഴിക്കണം. ഒരു 2 സെക്കൻഡ് കൂടെ ഒന്ന് കിടന്നോട്ടെ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആവും. എത്രത്തോളം ഫ്രൈ ആവുമോ അത്രത്തോളം നല്ലതാണ് കേട്ടോ. അങ്ങനെ ആ പേസ്റ്റ് നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ മിക്സിയൊക്കെ കഴുകിയിട്ട് ഇച്ചിരി വെള്ളം, തീയലാകുമ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ വേണമല്ലോ, ഗ്രേവിയൊക്കെ വേണമല്ലോ അല്ലേ. നമുക്ക് ചോറിനായാലും ചപ്പാത്തിക്കായാലും ഒക്കെ തീരെ ഇങ്ങനെ കുറുക്കിയെടുത്താൽ കൊള്ളത്തില്ല. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന്
ഇതാ ഇനി ഒന്ന് തിളക്കട്ടെ. ഇനി ഇതിൽ വേറെ ഒന്നും നമുക്ക് ചേർക്കാനായിട്ടില്ല. ഉപ്പൊക്കെ കറക്റ്റാണ്, ഞാൻ എല്ലാം നോക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചാൽ അതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുക. ഈ തീയൽ നല്ലവണ്ണം വെച്ച് തണുക്കണം. തണുത്ത് കഴിയുമ്പോഴാണ് ഇതൊന്ന് നല്ല കുറുകി വരുന്നത്. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നിൽക്കും തണുത്ത് വരുമ്പോൾ. ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. കണ്ടോ, ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് പാത്രത്തിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇരുന്ന് തന്നെ കുറച്ചുകൂടെ അത് കുറുകും. ഞാനിപ്പോൾ ചോറിന് വേണ്ടിയിട്ടാണ്, ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം ചപ്പാത്തിയാണ്, അതിനും കൂടെ എടുക്കാൻ കണക്കാക്കി. ഇതാണ്ടോ ഇച്ചിരി തണുത്തപ്പോൾ കണ്ടോ നല്ല അടിപൊളി സോയ തീയൽ. നല്ല ടേസ്റ്റ് ആയിട്ടോ. നിങ്ങൾ ചിലവർക്കൊക്കെ അറിയത്തില്ലായിരിക്കും ഇത് വയ്ക്കാനായിട്ട് സോയ കൊണ്ട് തീയൽ വയ്ക്കുമെന്ന്. പക്ഷേ അതൊന്ന് നിങ്ങളൊന്ന് വച്ച് നോക്കണം കേട്ടോ. നല്ല ഇറച്ചി തീയലിനെ പോലെ ഇരിക്കും. ഓക്കെ, അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്യുക. ബൈ.